ഹായ് ഓൾ. ജീവശാസ്ത്ര അധ്യാപകൻ പൂമ്പാറ്റയുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ പഠിപ്പിക്കാനായി ഒരു കൊക്കൂണുമായി ക്ലാസ്സിലെത്തി. ഏതാനും മണിക്കൂറിനുള്ളിൽ പൂമ്പാറ്റ വിരിഞ്ഞ് പുറത്തു വരുമെന്നും അതിനായി കാത്തിരിക്കണമെന്നും കുട്ടികളോട് പറഞ്ഞു. കൊക്കൂണിൽ നിന്നും പുറത്തു വരാനുള്ള പൂമ്പാറ്റയുടെ പരിശ്രമം കണ്ട് ആരും അതിനെ സഹായിക്കാൻ ഒരുങ്ങരുതെന്ന് പ്രത്യേകം താക്കീത് ചെയ്ത് മാഷ് പുറത്തേക്ക് പോയി. കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. കൊക്കൂൺ മെല്ലെ അനങ്ങി തുടങ്ങി. പൂമ്പാറ്റ വളരെ കഷ്ടപ്പെട്ട് കൊക്കൂണിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ശ്രമം തുടങ്ങി. കുട്ടികളിൽ ഒരുവന് കുഞ്ഞു പൂമ്പാറ്റയോട് അലിവ് തോന്നി. അവൻ കൊക്കൂൺ മെല്ലെ തുറന്നു കൊടുത്തു. പൂമ്പാറ്റ വേഗം പുറത്തേക്കെത്തി. ഒറ്റയ്ക്ക് നടക്കാനൊരുങ്ങിയ പൂമ്പാറ്റ പക്ഷേ ചത്തു വീണു. സങ്കടത്തോടെ നിൽക്കുന്ന കുട്ടികളെയാണ് തിരികെ എത്തിയ മാഷ് കണ്ടത്. കാര്യം മനസ്സിലായ അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു, നോക്കൂ, കൊക്കൂണിൽ നിന്നും പുറത്തു കടക്കാനുള്ള പരിശ്രമമാണ് പൂമ്പാറ്റയ്ക്ക് ഭാവിയിൽ പറക്കാനായി ചിറകുകൾക്ക് ശക്തി നൽകുന്നത്. കൊക്കൂൺ തുറക്കാൻ നമ്മൾ സഹായിച്ചാൽ പിന്നെ അത് ജീവിച്ചാലും പറക്കാൻ കഴിയില്ല. വെളിയിൽ വരാൻ സഹായിക്കുന്ന പ്രയാസം പിന്നീടുള്ള ജീവിതത്തെയാണ് സഹായിക്കുന്നത്. പൂമ്പാറ്റയ്ക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജം പകരുന്നത് വിരിഞ്ഞിറങ്ങുമ്പോഴുള്ള പ്രയാസമാണെങ്കിൽ, പക്ഷികളുടെ ശരീരത്തിൽ ചിറക് ഒരു ഭാരമാണെങ്കിലും ആ ചിറകാണ് അവയെ പറക്കാൻ സഹായിക്കുന്നത്. ഭാരങ്ങളും തോൽവികളും നമ്മയും മുന്നോട്ട് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. സങ്കടങ്ങളാണ് ശരിയായ അനുഭവങ്ങൾ എന്ന് സങ്കടപ്പെട്ടവർക്കെല്ലാം അറിയാം. വേദന നൽകുന്ന ചെറിയൊരു മുറിവ് പോലും വലിയ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചാൽ മാത്രമേ ഏറ്റവും വലിയ ആഹ്ലാദമായ കുഞ്ഞിനെ അവൾക്ക് കിട്ടൂ. ജീവിതത്തിൻ്റെ ആരംഭത്തിൽ പൂമ്പാറ്റ അനുഭവിക്കുന്ന വേദന വെറുതെ ആയിരുന്നില്ല. കൃത്യമായ ഒരു പ്ലാനിങ് അതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ സൃഷ്ടാവിൻ്റെതാണ് പിഴയ്ക്കാത്ത ആ പ്ലാനിങ്. അങ്ങനെ ഒരു പ്ലാനിങ് സർവ്വ സൃഷ്ടികൾക്കുമുണ്ട്. മനുഷ്യരായ നമ്മൾ മാത്രമാണ് മനോവേദനകളിൽ തകർന്നു പോകുന്നത്. പലവട്ടം ഓടിയിട്ടും എലിയെ പിടിക്കാൻ കഴിയാത്ത സങ്കടത്തിൽ ഒരു പൂച്ചയും ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ പിടിക്കാമെന്നേ പൂച്ച കരുതുകയുള്ളൂ. എന്നാൽ ചെറിയൊരു തോൽവി പോലും സഹിക്കാനാവാതെ ജീവിതം നഷ്ടപ്പെടുത്തിയ എത്രയോ വാർത്തകൾ നാം ഓരോ ദിവസവും വായിക്കുന്നു. നിരന്തരമായ പരാജയങ്ങളിൽ നിരാശപ്പെടരുത്. കാരണം താക്കോൽ കൂട്ടത്തിലെ അവസാന താക്കോൽ കൊണ്ടാവും ചിലപ്പോൾ ഒരു താഴ് തുറക്കാൻ കഴിയുക. പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക, വിജയിക്കുക തന്നെ ചെയ്യും. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക്